വെനസ്വേലയിലെ അമേരിക്കൻ സൈനിക നീക്കത്തിന് പിന്നാലെ പൗരന്മാർക്ക് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. വെനസ്വേലയിലെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഇപ്പോൾ ഒഴിവാക്കണം എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ശരിക്കും ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണിത്. മയക്കുമരുന്നിൻ്റെ തലവൻ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോഴും ഇത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ സൗത്ത് അമേരിക്കയിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ പണം കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് മറ്റൊരു കാര്യം. ഈ മൂന്നാം ലോക രാജ്യങ്ങളിലേക്കും അമേരിക്ക പോലെയുള്ള വൻ രാജ്യങ്ങളിലേക്കും ഒക്കെ തന്നെ ഇത്തരം കയറ്റുമതികൾ നടത്തി സമ്പാദിക്കുകയാണ് ഇതിലെ പല രാജ്യങ്ങളും ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ ചെയ്യുന്നത്. അവർക്കേറ്റ കനത്ത പ്രഹരം കൂടിയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ മിലിറ്ററി ഓപ്പറേഷൻ. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാജ്യങ്ങളെക്കുറിച്ച്, വെനസ്വേല അടക്കമുള്ള രാജ്യങ്ങളെക്കുറിച്ച് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ആഗോളതലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ഈ മയക്കുമരുന്ന് മനുഷ്യരാശിക്ക് തന്നെ ഒരു ഭീഷണിയാണ്. എങ്കിൽ പോലും ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ, പരമാധികാര രാഷ്ട്രത്തിൻ്റെ തലവനെ ഇത്തരത്തിലൊരു സൈനിക നടപടിയിലൂടെ അറസ്റ്റ് ചെയ്തു പോവുക, മറ്റൊരു രാജ്യത്തെത്തിച്ച് ആ രാജ്യത്തിൻ്റെ നിയമം അടിച്ചേൽപ്പിക്കുക തുടങ്ങിയ നടപടി, അത് ആധുനിക ലോകത്ത് കാണാത്ത ഒരു കാഴ്ചയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വെനസ്വേലയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെനസ്വേലയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വെനസ്വേലയിലേക്കുള്ള അടിയന്തര സ്വഭാവമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം പൗരന്മാരോട് ആവശ്യപ്പെടുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിലവിൽ യാത്രക്കാരായോ അല്ലെങ്കിൽ താമസക്കാരായോ വെനസ്വേലയിലുള്ള ഇന്ത്യക്കാർ അവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ആഭ്യന്തര യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും കൂടാതെ സഹായത്തിനായി ഏത് ഘട്ടത്തിലും കാരക്കാസിലുള്ള ഇന്ത്യൻ എംബസിയുമായി ഫോണിൽ, വാട്സപ്പിലോ കോളിലോ അല്ലെങ്കിൽ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ് എന്നുമാണ് ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഈ ജാഗ്രതാ മുന്നറിയിപ്പിൽ അമേരിക്കയെക്കുറിച്ചോ അമേരിക്കൻ നടപടിയെക്കുറിച്ചോ യാതൊരു തരത്തിലുള്ള പരാമർശമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലോകരാജ്യങ്ങൾ ഏതു വിധത്തിൽ ഈ ഒരു സൈനിക നടപടിയോട് പ്രതികരിക്കും എന്നത് സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. അതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിലുള്ള ഒരു പ്രതികരണം, രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടാകുക. വിഷയത്തിൽ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നാണ് ആദ്യഘട്ടത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇടത് പാർട്ടികൾ ഈ വിഷയത്തിൽ അമേരിക്കയുടെ നടപടിയെ ശക്തമായ ഭാഷയിൽ അതേസമയം അപലപിച്ചിട്ടുണ്ട്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.